റഹീമിൻ്റെ വീട്ടിലേക്ക് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എത്തുകയാണ്. 24 ഈ വിഷയത്തിൽ അടക്കം നടത്തിയ ഇടപെടലുകൾ അതിനെ ആ കുടുംബം നേരത്തെ അഭിനന്ദിച്ചതാണ്. ആ കുടുംബത്തെ കാണുന്നതിന് വേണ്ടി, അബ്ദുറഹീമിൻ്റെ ഉമ്മയെ കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അവിടെ എത്തിയിരിക്കുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി. രാഹുൽ, പറയൂ. ഉന്മേഷ്, ഫറൂഖിലെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അബ്ദുറഹീമിന്റെ ഉമ്മേനെ കാണാനാണ് നമ്മുടെ SKN ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് നമ്മൾ ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നത്. ഒരു മോർണിംഗ് ഷോയിൽ വെച്ചായിരുന്നു ഉമ്മയുടെ സങ്കടം നമ്മൾ പുറം ലോകത്തെ അറിയിച്ചിരുന്നത്. അന്ന് ഉമ്മ നമ്മളോട് പറഞ്ഞിരുന്നു, എല്ലാവരും കൈയഴിഞ്ഞ് സഹായിക്കണം, എല്ലാവരും കൈയഴിഞ്ഞ് സഹകരിക്കണം എന്ന് ഉമ്മ നമ്മളുടെ മോർണിംഗ് ഷോയിലൂടെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ദൗത്യം നമ്മൾ 24 ഏറ്റെടുക്കുകയും തുടർന്ന് ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഇന്നലെ വൈകിട്ടോട് കൂടി ഈ 34 കോടി എന്ന തുക സമാഹരിക്കാൻ സാധിച്ചു. അതിന്റെ സന്തോഷം ഉമ്മയോട് പങ്കുവെക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ SKN തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് SKNന്റെ പ്രതികരണം ഉൾപ്പെടെ ഈ സാഹചര്യത്തിൽ തേടേണ്ടതുണ്ട്. എന്താണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഏതാണ്ട് ഒരാഴ്ചയിലധികമായി നമ്മൾ ഈ ദൗത്യത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നിരന്തരമായ വാർത്തകൾ നൽകിക്കൊണ്ട് നമ്മൾ ഈ ദൗത്യത്തോടൊപ്പം ചേർന്നിരുന്നു. ആ സന്തോഷം ഉമ്മേനെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ SKN ഫറൂഖിലെ വീട്ടിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നാട്ടുകാരുമായും ബന്ധുക്കളുമായും എല്ലാം SKN സംസാരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഉമ്മയെ നേരിട്ട് കാണാനായി പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായുള്ള MK മുനീർ അല്പം മുമ്പാണ് ഈ വീട്ടിലെത്തിയിരുന്നത്. MK മുനീർ റഹീമിന്റെ ഉമ്മയുമായി സംസാരിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കൂടിയാണ് SKN ഇവിടെ എത്തുന്നത്. തുടർന്ന് ഇരുവരുമായി സംസാരിച്ചു. തുടർന്നാണ് ഇപ്പോൾ വീട്ടിലേക്ക് കയറുന്നത്. എന്താണെങ്കിലും 24നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷം കൂടിയാണ് കടന്നുപോയത്. നിരന്തരമായ വാർത്തകളിലൂടെ നമ്മൾ വാർത്ത നൽകിയതിനെല്ലാം ഒരു ഫലം ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ നിമിഷവും എല്ലാ ബുള്ളറ്റിനിലും കൃത്യമായി അബ്ദുറഹീമിന്റെ വിഷമം പുറം ലോകത്തെ അറിയിക്കാൻ 24ന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഭാഗം കൂടിയാണ് നമ്മളുടെ പ്രേക്ഷകർ ഉൾപ്പെടെ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. SKN പറഞ്ഞ പോലെ തന്നെ ആ ദൗത്യത്തിന്റെ ഭാഗമായി നമ്മളുടെ പ്രേക്ഷകരെല്ലാം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായ പൈസ അബ്ദുറഹീമിന്റെ സഹായ നിധിയിലേക്ക് നൽകി. പലരും കമന്റ് ബോക്സിൽ പലരും സൂചിപ്പിച്ചു, SKN എന്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ എന്റെ വളർത്തുമൃഗങ്ങളെ ഞാൻ വിറ്റ് ആ പണം ഈ സഹായ നിധിയിലേക്ക് നൽകുകയാണ്. അങ്ങനെ പല രീതിയിലും പല ഭാവത്തിലുമാണ് ആളുകൾ നമ്മുടെ 24ന്റെ പ്രേക്ഷകർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കുചേർന്നത്. അതിലുള്ള സന്തോഷം കൂടി ഉമ്മയെ നേരിട്ടറിയിക്കാൻ, ഫാത്തിമ ഉമ്മയെ നേരിട്ടറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ SKN ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണ് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഉമ്മയ്ക്കും അത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണ്. പെരുന്നാൾ ദിവസം എങ്ങനെയായിരുന്നു ഉമ്മ, ആ ഉമ്മയല്ല ഇന്നലെ നമ്മൾ കണ്ടത്. പെരുന്നാൾ ദിനത്തിൽ നമ്മളുടെ മോർണിംഗ് ഷോയിൽ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ടാണ് ഉമ്മ നമ്മളോടൊപ്പം പങ്കുചേർന്നത്. പക്ഷേ ഇന്ന് ഉമ്മ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിന്റെ ഭാഗമായി ആ സന്തോഷം പങ്കുവെക്കാൻ കൂടിയാണ് SKN ഇപ്പോൾ ഫറൂഖിലെ വീട്ടിലെത്തിയിട്ടുള്ളത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ 24ലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ വാർത്തകൾ നമുക്ക് നൽകാൻ അല്ല, ഉമ്മയെടുത്ത മോനെ എത്തിച്ചിട്ടേ നമ്മൾ ഇന്ന് പിൻവാങ്ങൂ. അന്ന് വിളിച്ചിരുന്നു അത് വെച്ചിട്ട് ശരിക്കും നമ്മുടെ പറഞ്ഞേക്കുന്നുണ്ട്. കാരണം 2 മാസം ഇതിന്റെ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അപ്പൊ ആ 2 മാസം ഈ SKN റഹീമിന്റെ ഉമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ കുറെ ദിവസങ്ങളായി SKN എല്ലാ ദിവസവും മോർണിംഗ് ഷോയിൽ റഹീമിന്റെ കുടുംബത്തിന് സഹായം എത്തിക്കാൻ വേണ്ടി ലോക മലയാളികളെല്ലാം എത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റഹീമിന്റെ ഉമ്മയുടെ അരികിലേക്ക്, കുടുംബത്തിന്റെ അരികിലേക്ക് SKN എത്തിയതിന്റെ സന്തോഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം തന്നെ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ 24ന്റെ ഇടപെടൽ SKN ഉറപ്പാക്കിയിരുന്നു. കൃത്യമായി അവിടെ സൗദിയിലും നമ്മുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം, ഒപ്പം നമ്മുടെ ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് സാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ
കൂടുതൽ ആൾക്കാരെ കാണിക്കേണ്ടി വന്നത് കാരണം സാറിന് മൈക്ക് കൊടുക്കാം. സാർ ഇന്ററാക്ട് ചെയ്യും. ഞാൻ ഉമ്മയോട് ചോദിക്കാം. ഉമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമാണെന്ന് എനിക്കറിയാം. അതെ അതെ, സന്തോഷം തന്നെ. ആദ്യ തവണ കണ്ട ഉമ്മ അല്ല അത്. ഞാനാണ് ഇപ്പൊ ഉമ്മയെ കുറച്ച് കൂടുതൽ കണ്ടത്. ഉമ്മ മാറിപ്പോയില്ലേ? ഉമ്മ മാറിപ്പോയി. ഉമ്മ നമ്മുടെ ജിദ്ദയിലുണ്ടായിരിക്കുന്ന സമിതിയുടെ ചെയർമാൻ ആലിംഗിൽ മുഹമ്മദ് സാർ, അദ്ദേഹം നമ്മുടെ 24ന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാല് റഹീമിനെ ഉമ്മയുടെ അടുത്ത് എത്തിയിട്ടേ നമ്മൾ നിന്ന് പിൻവാങ്ങുന്നതാണ്. എത്ര ആഴ്ചയായാലും അപ്പൊ 2 മാസം ഇതിന്റെ ഞങ്ങോട്ട് പറയില്ലേ? 2 മാസത്തിന് എന്തായാലും ഇത്രയും കാലം ഉമ്മ അല്ലേ സഹിച്ച് 18 കൊല്ലം കണ്ടില്ലല്ലോ ആയിരുന്നല്ലേ? ഉമ്മയുടെ മുഖത്തൊരു ചിരിയൊക്കെ കണ്ടത് ഇതിലായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് എത്ര മക്കളാ? 6 ഈ റഹീം എത്രാമത്തെ ആളാണ്? 6ാമത്തെ. ഇവിടെ ജോലി ചെയ്യുമ്പോഴാണോ അയാൾ അങ്ങോട്ട് പോയത്? ഓ, ഇവിടെ നമ്മളോട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തീങ്ങാനൊരു ഡ്രൈവറായിരുന്നു. ഉമ്മയ്ക്ക് അതിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റിയല്ലേ? സംസാരിക്കും, കഴിയൂല. അവന്റെ ശബ്ദം കേക്കാം, ഇത്ര മാത്രം. അല്ലെ അവര് ഒന്നും സംസാരിക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ല. ഈ അടുത്ത ദിവസമാണോ അത് സംസാരിച്ചല്ല? 1 മാസം വന്നിട്ട് 1 മാസമായി. 1 മാസം അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് ഒരു രീതിയില് ഉമ്മയ്ക്ക് ഒരു ഭാഗ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഈ ഇത്രയും ഒരു 5-6 ദിവസം കൊണ്ട് ഈ 34 കോടി രൂപയൊക്കെ കേരളത്തിൽ തന്നെ ആദ്യ സംഭവം. മാത്രമല്ല നമ്മുടെ അതിനകത്തെ ചുമ്മാ നമ്മളിപ്പോ ഈ മോർണിംഗ് ഷോയിലൊക്കെ പറയുന്ന സമയത്ത് ഈ ആളുകള് നമ്മൾ ഈ പെട്രോൾ പമ്പിൽ മറിയുന്നവരിങ്ങനെ നമ്പർ പറയുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാർ കൂടുതൽ ഇങ്ങനെ പറയുമ്പോൾ പൈസ അയക്കുന്നുണ്ടോന്ന് അറിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ഇട്ട് നോക്കിയാൽ ടെസ്റ്റ് ഭയങ്കര വേഗത്തിൽ മറിയുക. അതായത് 1/2 മണിക്കൂറിനകത്ത് 1 കോടി രൂപയൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് മണിക്കൂറുകൾക്കുള്ളിലാണ് 1 കോടി. ഒരു കോടി വന്നല്ലേ? അത് എനിക്ക് തോന്നുന്നു ഉമ്മ ചരിത്രം എഴുതി. കാര്യം ഇത് ഉമ്മ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് മലയാളി സ്പർശിച്ചത്. ഒരുവഴി അബ്ദുൽ മോചിപ്പിക്കണമെന്ന് ആഗ്രഹം ആൾക്കാർക്ക് ഉണ്ടെങ്കിലും തന്നെ ഇങ്ങനെ ഉമ്മയുടെ കണ്ണീരിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ഒന്ന് രൂപപ്പെടുത്തി. എന്തായാലും അത് ഒരു മതല എനിക്ക് തോന്നുന്നു ലോകത്തില് മലയാളികള് ജാതിയും മതവും രാഷ്ട്രീയമൊന്നും അല്ല, ഏറ്റവും വലുതെന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമാണെന്ന് തെളിയിച്ച സംഭവം. നമ്മൾ എനിക്കൊന്ന് ഉമ്മയെ സാക്ഷിയാക്കി എനിക്ക് പറയാൻ പറ്റുന്നത് ഇതില് പൈസ ഇടാൻ പറ്റാത്ത ആൾക്കാർ ധാർമ്മിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരോട് പോലെ നമുക്ക് ഉള്ള ഒരു സന്തോഷവും സ്നേഹവും നമ്മൾ പറയുക. കാരണം ഈ ഉമ്മ ഇപ്പോഴാണ് ചിരിച്ചു തുടങ്ങിയത്. ഉമ്മ ആദ്യത്തെ 5-6 ദിവസം ഉമ്മയ്ക്ക് കരച്ചിലായിരുന്നു. നമ്മളുടെ ക്യാമറയിൽ നിന്ന് തന്നെ മുഖം മാറ്റാൻ ഉമ്മ ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഉമ്മയ്ക്ക് യഥാർത്ഥ പെരുന്നാൾ വന്നു. ചെറിയ പെരുന്നാളൊക്കെ ഇതിൽ ആഘോഷിച്ചു അല്ലേ? ഇല്ല, അതിലെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല നമ്മുടെ മലയാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും അസാധ്യമല്ലെന്ന് നമ്മൾ തെളിയിച്ചു. നമ്മൾ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. ഒരു തടവറയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ മോചിപ്പിച്ച് നമുക്ക് ഈ ഫറൂഖിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അത് ഉമ്മയ്ക്കിനി ചിരിക്കാനുള്ള കാലമാകട്ടോ. കാരണം ഇനി ഉമ്മ ചിരിച്ചുകൊണ്ടേ ജീവിക്കുക. സന്തോഷമായിട്ട് ഇനി മോനെ എങ്ങും വിടണ്ട. കാരണം അല്ലേ, ഒരുപാട് സഹായങ്ങളൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ആരെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തരും. അതൊരു കാരണം അവർ തീരുമാനിച്ച് എന്നുവെച്ചാൽ ഇങ്ങനെ ഇയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഈ ആ കാര്യത്തിലും ലക്കിയാ. കാരണം കൊറേ കഷ്ടപ്പെട്ടില്ല. ഞാൻ കയറി തരണ്ടേ, കഷ്ടപ്പെട്ടില്ല. ഞാൻ കയറി തരട്ടെ, നല്ല ഈ സന്തോഷത്തോടു കൂടി പോകാനുള്ള ഇത് തരട്ടെ. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു 18 കൊല്ലം ഇദ്ദേഹം ജയിലിൽ കിടന്നൊക്കെയുള്ള എനിക്ക് പുതിയ അറിവായിരുന്നു. ഈ ഉമ്മ എങ്ങനെയാണ് ഈ 18 കൊല്ലക്കാലം ഒന്നും കൂടി പറഞ്ഞാണി കേക്കട്ടെ. ഒന്നും കൂടി ഇങ്ങനെ പറഞ്ഞാ. അപ്പൊ ഞാനായിട്ട് തന്നെ അല്ലേ? ഞാനായിട്ട് തന്നെ അല്ലേ? ഒരുപാട് സഹിക്കാനുള്ള തെളിയിച്ചു. ഇത്രയും ഇങ്ങനെ ദീർഘായുസിട്ടെന്ന് അൽഹംദുലില്ലാ അതാണ് സ്തുതിക്കുക. ഇതേമാതിരി ഇങ്ങോട്ട് പോയി കിട്ടാനും ഒക്കെ എനിക്ക് വേണ്ടി പറഞ്ഞു. ദൈവത്തിനോട് പ്രസംഗിക്കാം. ചിലപ്പോ നമുക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോഴല്ലേ സന്തോഷം വരെ. സന്തോഷത്തോടു കൂടി ഇനി ഇങ്ങനത്തെ ഒരു ദുഃഖം തരാതെക്കട്ടേന്ന് പറഞ്ഞു. നല്ല കാലം ഉണ്ടാവുക. ഇനി തരാതെക്കട്ടെ. ഇനി സഹിക്കാൻ കഴിയില്ല. സഹിച്ചതേ സഹിച്ചു. അതെങ്ങനെ സഹിച്ചെന്ന് പറയാൻ ചെയ്യാം. എങ്ങനെ 18 കൊല്ലം കഴിഞ്ഞതെന്ന് പറയാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല.
അല്ല ആ ഇടയ്ക്ക് 18 കൊല്ലം കോണ്ടാക്ട് ചെയ്യാനേ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യാൻ വീഡിയോ കോൾ ചെയ്തിരുന്നു. അല്ല അവിടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഓ അവിടെ ഇപ്പൊ ഇവൻ നിരപരാധിയാന്നുള്ളത് ഭരണകൂടത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ 18 വർഷം വരെ നിന്നത് തന്നെ. ഈ 12 വർഷം വരെ വീഡിയോ കോൾ വരെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കോൾ ചെയ്ത് നമ്മള് അവനായിട്ട് കണ്ട് അതിന്റെ സൗകര്യം ഒക്കെ കാണിക്കും. 12 വർഷം ശേഷം പിന്നെ അത് നിന്നു. ഈ പൊസിഷൻ മാറിയോണ്ട് സ്ഥലം മാറ്റി. അതിന് ശേഷമാണ് പിന്നെ ഫോൺ കോൾ മാത്രമായിരുന്നു. നമ്മുടെ ജലീൽ കണ്ണമംഗലമൊക്കെ അവിടെ കിടന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഓക്കെ. അപ്പം ഈ ജലീൽ കണ്ണമംഗലൊക്കെ ഉമ്മയുടെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ജലീലിനെ ഉമ്മ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉമ്മയുടെ നാട്ടുകാരനാ. എനിക്ക് തോന്നുന്നു ഉമ്മ ഇപ്പൊ ഈ മാധ്യമക്കാരെ കണ്ടു തന്നെ ഉമ്മയ്ക്ക് പേടിയെ കാണും അല്ലേ ഇപ്പൊ? അല്ല കുറെ ആൾക്കാർ പറഞ്ഞു. ഉമ്മ നമ്മുടെ ഉമ്മ ഇവിടെ ആരെ കൂടെയാ താമസിക്കുന്നത് ഈ വീട്ടില്? മോനുണ്ട്, പിന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് ഉമ്മയ്ക്ക് ഒറ്റപ്പെടേണ്ട പ്രശ്നമൊന്നുമില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 18 വർഷം അവനില്ല എന്നുള്ളൂ. എന്റെ ഒപ്പാണ്. നമ്മൾ നോക്കുമല്ലോ, നമ്മളമ്മല്ലേ. അവനില്ലാത്തൊരു വിഷമം അത്രേ ഉള്ളൂ. പക്ഷെ സന്തോഷം എന്നൊക്കെ സാധനം ഇല്ല. അത് അവനില്ലാത്തത് കൊണ്ട്. അപ്പൊ 18 വർഷം ഇങ്ങനെ ജീവിച്ചു പോകുന്നു. സന്തോഷം തരട്ടെ. ഓനും കൂടി വന്നാലും 3 മക്കളുണ്ട്. 3 കൂടെ അങ്ങനെ ജീവിക്കും. നല്ല സന്തോഷം ഉണ്ടാവും. അത് സന്തോഷം തരട്ടെ, ജീവിക്കട്ടെ. അല്ല ഇനിയിപ്പോ സന്തോഷമേ ഉള്ളൂ ഉമ്മയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ ഉമ്മയ്ക്ക് ഉമ്മ ഇത്രയും മാതലുമ്മ 18 കൊല്ലക്കാലം വേദനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പീരീഡ് അല്ലല്ലോ ഈ 18 കൊല്ലം. അത് ഇനി അങ്ങനെ ഉമ്മയ്ക്ക് എനിക്ക് ഒരു ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും. കാരണം എത്രയും പെട്ടെന്ന് അദ്ദേഹം അവിടുന്ന് ഒക്കെ ഫ്ലൈറ്റ് കയറി വരും. എവിടെ ഇറങ്ങേണ്ടത്? കോഴിക്കോട് ഇറങ്ങണോ, കൊച്ചിയിൽ ഇറങ്ങണോ? അല്ല അബ്ദുറഹീമിന് നമ്മളൊരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ കൊച്ചിയിലാണെങ്കിൽ കുറച്ച് സൗകര്യമായിരുന്നു. വേണ്ട, അത്രയും ടൈം പിന്നെ പോകും. 4 മണിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഇങ്ങോട്ട് ഒന്ന് സ്വീകരിക്കാം. അതായിരിക്കും നല്ലത് അല്ലേ? കോച്ചും വരാൻ എല്ലാരും വരട്ടെ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. മാത്രല്ല സാറ് വേണോ? ഒരുപാട് ആളുകൾ എന്നുവെച്ചാൽ ഒരിക്കലും റഹീം കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആളുകൾ ഈ കാര്യത്തിൽ ഫറൂഖ് പോലീസ് SI വന്നിരുന്നു. അപ്പൊ ഈ വിഷയം ആരോ പറഞ്ഞു ഇങ്ങനെ എന്താണ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും പോച്ചാണ്, നിങ്ങൾ ഒന്നുകൊണ്ട് ബേജാറാണ്ട, റോഡ് ബ്ലോക്കായാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ വന്നു, നമ്മള് സംസാരിച്ചു. അപ്പൊ അവരെ പറഞ്ഞത് ഇങ്ങനെ ബ്ലോക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ ഇങ്ങോട്ട് പോച്ച വന്നപ്പോ 1/2 മണിക്കൂറാണ് ഇങ്ങോട്ട് 2 കിലോമീറ്റർ പേറ്റൊന്നും ഇങ്ങോട്ട് വന്നത്. റോഡ് ബ്ലോക്ക്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെയാണ്, റഹീമിന്റെ വിഷയമല്ലേ, ഞാൻ മെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ റഹീമിന്റെ കാര്യത്തിൽ എല്ലാവരും താല്പര്യരാകുമ്പോ, കാരണം നമ്മള് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഒരാൾക്കാര് എത്രയോ ആളുകള് ഒരു പക്ഷേ അതെ അതെ ഷറഫൊക്കെ വരിക, ഷറഫൊക്കെ വരിക. അതെ അതെ അപ്പൊ ഷറഫക്ക അപ്പൊ ഈ എന്തായാലും ഒരു വലിയൊരു ഒരു വിഷമം പിടിച്ചൊരു കാലമാണ് അല്ലേ? ആ കാലം നീങ്ങി കിട്ടുന്നു. ഈ 18 കൊല്ലത്തെ ഓർമ്മ എന്തോ? ആ വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് റഹീം അകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തു റഹീമിന്റെ ജീവൻ രക്ഷിക്കുക, ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് 2007 മുതൽ തന്നെ അതിനുള്ള വർക്ക് ഞങ്ങൾ ആരംഭിച്ചു. അവന്റെ പിതാവിനെ കണ്ടു, ഈ മരിച്ച കുട്ടിയുടെ പിതാവിനെ കണ്ടു. അവരെ വീട്ടിൽ പോയി പിതാവിനെ കണ്ടപ്പോ പിതാവ് പറഞ്ഞത് നിങ്ങൾ അല്പം കൂടി കാത്തിരിക്കണം, കാരണം ഉമ്മ സ്വാഭാവികമായിട്ടും പിന്നെ പ്രയാസം ഉണ്ടാവും. കുറച്ചുകൂടി സമയം നമ്മൾ കാത്തിരുന്ന് ഉമ്മ കുറച്ച് ശാന്തമാവട്ടെ, എന്നിട്ട് നമുക്ക് ഉമ്മയോട് സംസാരിക്കാം എന്നായിരുന്നു അന്ന് തുടക്കത്തില് പിതാവ് പറഞ്ഞു. അഷ്റഫ് എന്നോട് ജിദ്ദയിൽ പോയിരുന്നോ? റിയാദിൽ പോയിരുന്നോ? റിയാദിലായിരുന്നു അല്ലേ? ഞാൻ റിയാദിൽ തന്നെയായിരുന്നു. ഞാൻ റിയാദിലെ മീഡിയ ഫോറത്തിന്റെ ഒരു രക്ഷാധികാരി കൂടിയാണ്. ഒരു പത്രപ്രവർത്തകനായി വർക്ക് ചെയ്യാണ്. അതോടൊപ്പം സൗദി KMCCയുടെ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്തുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ ടീമുണ്ട് അവിടെ. റിയാദിൽ ഒരു 10-70 സംഘടനകളുടെ പ്രതിനിധികൾ. അവര് ഒരു സർവകക്ഷി സമിതി ഉണ്ടാക്കി.
ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസി എല്ലാ സഹായവുമായിട്ട്, ഇന്ത്യൻ എംബസി ഈ കേസിന് വേണ്ടി മാത്രം ഒരു ഉദ്യോഗസ്ഥനെ, പ്രത്യേകിച്ച് ഒരു മലയാളി ഉദ്യോഗസ്ഥനെയാണ് നമുക്ക് തന്നത്, യൂസഫ് കാക്കഞ്ചേരി. ഇന്ത്യൻ എംബസി കാര്യമായിട്ട് ഇതിൽ ഇടപെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്നായി ഇടപെടുന്നു. എല്ലാ തരത്തിലും ആ തുടക്കം മുതൽ തന്നെ അതിന്റെ അവസാന ഘട്ടത്തിൽ വരെ, ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു അവസരം വരെ ഇവരുമായി പിന്നെയുള്ള ഡിസ്കഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ നിർണായകമായ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള നമ്മുടെ ഈ റഹീം നിയമസഹായ സമിതിയുടെ പ്രവർത്തകർ. ഇനിയിപ്പോ പിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഇനി പിരിക്കേണ്ട കാര്യം 34. ഇനിയിപ്പോ നമുക്ക് ആൾക്കാരോടുള്ള ഒരു അഭ്യർത്ഥന, ഇനി നിങ്ങൾ പണം അയക്കരുത് എന്നാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞുതരാം. കാര്യം 24 വഴി ഇനി ആളുകൾ അറിയട്ടെ, അല്ലേ ഉമ്മ? ഇനിയിപ്പോ ഉമ്മ പറയണോ അത്? കാരണം നമുക്ക് 34 കോടി തികഞ്ഞു. ഓലെന്നാ പറയാനുള്ളത്, നിർത്തിയതൊക്കെ ഓരെന്നാ, ഞാനൊന്നും അറിയില്ല. വേണ്ടിയാണ് ശരിക്കും ഈ എന്റെ കുട്ടിക്ക് വേണ്ടി ഒരു വിരിച്ച് കുട്ടിക്ക് വേണ്ടി അത് അവർക്ക് ആയപ്പോ ഒരു നിർത്തിയും ചെയ്തു. പിന്നെ ഞാനതിൽ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അതാ അവരൊക്കെ തന്നെ ചോദിച്ചു നോക്കി. ഉമ്മയ്ക്ക് വേണ്ടി അയച്ചതാണ് ഈ 34 കോടി. അല്ല, അപ്പൊ ഈ 34 കോടി കഴിഞ്ഞിട്ട് ഇനി 1 രൂപ പോലും വേണ്ടെന്നാണ് നമ്മുടെ എന്നോട് ചോദിച്ചില്ലല്ലോ. എന്നോട് ചോദിച്ചില്ലല്ലോ ഒരു നിങ്ങൾക്ക് ഇനി വേണോ നിർത്തണം ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അവരോട് ചോദിക്കുക. അല്ല, ഉമ്മായിയുടെ കണ്ണീരിന്റെ വിലയാണ് 34 കോടി. ഈ പിന്നെ ലോക മലയാളി സമൂഹം നൽകിയിട്ടുള്ള ഈ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് ഉമ്മായിയുടെ ആ കുറഞ്ഞ ദിവസങ്ങളിൽ വന്ന ആ ഉമ്മായിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കണ്ടിട്ട് തന്നെയാണ് ഈ ലോക മലയാളി സമൂഹം ഇപ്പോഴും പണം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. ഇപ്പൊ എന്താ ചെയ്യാ? തടയേണ്ടത്? എന്റെ നമ്മളെ ആവശ്യം കഴിഞ്ഞില്ലേ, ഇനി ബാക്കി അല്ല തരും നേരിട്ട്. അപ്പൊ ഇനി അയക്കണ്ട? വേണ്ട. അപ്പൊ താങ്കളോടൊന്ന് പറഞ്ഞു ഇനി അയക്കണ്ടെന്നു. തീർച്ചയായും ഇനി നമുക്ക് ലോക മലയാളി സമൂഹത്തോട് പറയാനുള്ളത്, ഇനി നമുക്ക് ഫണ്ട് വേണ്ട. ഫണ്ട് നിങ്ങൾ ആവശ്യത്തിലധികം അയച്ചു. അത് ഞങ്ങളെ സഹോദരനെ രക്ഷപ്പെടുത്താനുള്ള തുകയ്ക്ക് ഉപരിയായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളെ നിയമസഹായ സമിതിക്ക് നിങ്ങളുടെ മുമ്പിലൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് സഹായിച്ച എല്ലാവർക്കും ഹൃദ്യമെന്ന് ആരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, പല രംഗങ്ങളിലുള്ളവർ ഞങ്ങൾക്ക് കൈയഴിച്ച് സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചവരോടൊക്കെ ഹൃദ്യമായ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം 24 വളരെ ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ ഞങ്ങൾ പലതവണയും കണ്ടിട്ട് നിരന്തരമായി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. ഞാനൊരു കാര്യം ചെയ്യാം, അത് അന്ന് ഞാൻ പറഞ്ഞൊരു അഭ്യർത്ഥന ഞാൻ മാറ്റി പറയാം. അതായത് ഞാനന്ന് ഞാൻ പറഞ്ഞെന്തായിരുന്നു ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ അബ്ദുൽ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരിക്കലും നമുക്ക് മരണത്തിന്റെ വഴിയിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഉമ്മയുടെ മകനെ ഉമ്മ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ 34 കോടി കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ മകനെ നമുക്ക് ഉമ്മയുടെ അടുത്ത് ഫറൂഖി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ 34 കോടിയും തന്നു, ഉമ്മയ്ക്ക് സന്തോഷമായി. ഇനി നിങ്ങൾ ദയവ് ചെയ്ത് പണം അയക്കരുത്, അല്ലേ? അതാണ് നമ്മൾ പറയുന്നൊരു കാര്യം. ഒരുപക്ഷെ അതും കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. ഈ പണം തരണമെന്നാണല്ലോ നമ്മളിപ്പം പറയുക, പണം തരല്ലേ? അതൊക്കെ ഉമ്മയുടെ ഒരു കരുത്താ കേട്ടോ. നമ്മളെ ആവശ്യം കഴിഞ്ഞില്ലേ, നമ്മളെ ആവശ്യം കഴിഞ്ഞാല് പിന്നെ അവന്റെ കുട്ടിന് മതി, പിന്നെ പണം വേണ്ട. പണം കൊടുത്താലേ കുട്ടിനെ തരുള്ളൂ എന്ന് പറഞ്ഞ് അതിനവർക്ക് തയ്ച്ച് പണം കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണത്തിന് ആവശ്യമില്ല. ഇന്നലെ പണം വന്നത് അവര് വേണ്ടെന്ന് പറഞ്ഞ് മടക്കി അയച്ചൊരു സംഭവം ഉണ്ട്. ഞങ്ങള് ജവാദ് ആരാന്നൂടെ പറഞ്ഞ പിന്നെ മോളെ മകനാണ്, റഹീമിന്റെ പെങ്ങളും മരുമകനാണ്. ഞങ്ങള് ഒരു 3:30 സമയമാകുമ്പോഴത്തേന് ഏകദേശം 34 കോടിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് ഫിനിഷ് ആയ സമയത്ത് തന്നെ ഇവിടെ വന്ന ക്യാഷുകൾ ഒരുപാട് പേര്, ഇവിടെ ഫുൾ ജനാവലി ആയിരുന്നു. അവരോടൊക്കെ ക്യാഷ് നിങ്ങൾ കൊണ്ടുപോകണം, ഇനി സ്വീകരിക്കുന്നതല്ല എന്നാ പറയുക. അവരെ വിഷമം അവര് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. കാരണം അത്രയും ദൂര സ്ഥലങ്ങളിലാണ് ആളുകൾ, ഒരുപാട് ആൾക്കാർ വന്നു അല്ലേ ഇങ്ങോട്ട്? ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും സ്വീകരിക്കണം. അമ്മ ജീവിതത്തിൽ ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് സ്വീകരിച്ച് കാണത്തില്ല. കണ്ടിട്ടില്ല സത്യം. അവിടെ സ്വീകരിക്കാഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ റെസീറ്റ് എന്നിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വീകരിക്കാതെ പറഞ്ഞയച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുപോലും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നിർത്തിക്കുക. കാരണം ഇത് മുന്നോട്ട് പോവുകയാണെന്നെങ്കിൽ 34 കോടിയല്ല കേരള ജനത്തിൽ തരാം. നമുക്ക് ഒരു 60 കോടി 80 കോടിയിലേക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ എത്തായിരുന്നു മലയാളി സമൂഹം. ഉമ്മ, ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഉമ്മ, ഈ 18 കൊല്ലങ്ങൾക്ക് മുമ്പേ റഹീം ഈ ജോലി അന്വേഷിച്ച് അവിടെ പോകാനുള്ള സാഹചര്യം, ഇവിടെ ജോലി കിട്ടാത്തോണ്ടായിരുന്നു? അതോ ഉമ്മ പറഞ്ഞു നീ ഗൾഫിൽ പോയി കുറച്ച് പണമൊക്കെ ഉണ്ടാക്കൊണ്ടുവരും? പറഞ്ഞിട്ടില്ല. ഓനെന്താ പറഞ്ഞത്? എനിക്ക് ഇങ്ങനെ കുടുങ്ങാനും വേണ്ടിട്ട് പോകാനുണ്ടായി, അത്ര മാത്രം. പെട്ടെന്നേലും സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നോ ഇവിടെ? അതുകൊണ്ടായില്ല. ഇവിടെ നമ്മളെ ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി പോയതാ അല്ലേ? ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും, വളരെ പറഞ്ഞിട്ടൊന്നുമില്ല. അയാളെ നന്നായിട്ട് വിദ്യാഭ്യാസമൊക്കെ ചെയ്യിക്കാൻ പറ്റിയായിരുന്നു ഉമ്മയ്ക്ക്? അത്യാവശ്യമൊക്കെ ഉണ്ട്, വലിയതില്ലെങ്കിലും വലിയതുണ്ടാവില്ല. നമുക്ക് 10 ക്ലാസ് വരെയുള്ള പഠനം കൊടുക്കുന്നു. ഇവിടെ ഡ്രൈവറായിട്ട്
ഇങ്ങനെ പോവേനി പോലല്ലേ എന്തെങ്കിലും ഇങ്ങനെ ഗൾഫ് പോയാൽ ഇവിടത്തിനെക്കാളും സമ്പാദിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പോയി ഉമ്മയുടെ അനുമതിയോടാണോ പോയത്? എല്ലാരും അനുവദിക്കും. ഉമ്മയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഉപ്പയുണ്ടായിരുന്നു. പിന്നെ ഓൻ പോയി 6 മാസം. ഇപ്പൊ മരിച്ചിട്ട് എത്ര കാലമായി? 6 മാസം അല്ല 18 ഓൻ പോയതും ഇപ്പൊ മരിച്ചതൊക്കെ ഒരു മരിച്ചു കഴിഞ്ഞ് വരാൻ പറ്റുമോ റഹീമിന്? ഇല്ല, അങ്ങനെ വരാൻ പറ്റില്ല. 3 മാസമായപ്പോ തന്നെ പ്രശ്നമായിരുന്നു. 28ാം ദിവസം പ്രശ്നമായി. ഉള്ളു കയറി കിടക്കല്ലേ. ഇല്ല, 28ാമത്തെ ദിവസം ചെയ്യില്ല. പിന്നെ ഇവരെ ജയിലിൽ തന്നെയല്ലേ. ഇനിയിപ്പോ കഴിച്ചിലാക്കി ഇങ്ങോട്ട് എത്തട്ടെ. നിങ്ങളൊക്കെ സർമ്മം കൊണ്ട് ഇത്രയും പെട്ടെന്ന് കഴിച്ചിലാക്കും, ഇത്തിരി കഴിച്ചിലാക്കും. നമ്മുടെ ഏറ്റവും വലിയ ഹീറാമുട്ടി ഈ 34 കോടിയായിരുന്നു. അത് കടക്കാൻ മലയാളികള് പെട്ടെന്ന് കിട്ടി, എത്ര പെട്ടെന്ന്. ഇത്രയും പെട്ടെന്ന്. അത് മാത്രം നമുക്ക് ഇനി 2 ദിവസം ബാക്കി കിടക്കുക. അത് വേറെ ആരെങ്കിലും കൊടുക്കാന്നുള്ള ഇതിനെ നന്ദി പറയണ്ടല്ലേ. ഈ ആളുകൾക്കൊക്കെ നന്ദി പറയണ്ടാവും. ഇത്രയും വേഗത്തിൽ എന്റെ കുട്ടിക്ക് വേണ്ടി കിട്ടിയല്ലോ എന്നുള്ളത്. അത് വലിയൊരു ഭാഗ്യം. മെയിൻ കടമ്പ കടന്നു. ഇനിയിപ്പോ അവിടുത്തെ നിയമപരമായ കുറച്ച് പ്രശ്നങ്ങളാണ്. അത് വേഗം തീർക്കും. അതല്ല അവിടെയുള്ള ഈ ആ സഹായ കമ്മിറ്റി അത് പരമാവധി നോക്കുന്നുണ്ട്. ആയതിനു ശേഷം ഒരു പുതിയ തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫേക്ക് അക്കൗണ്ടുമായിട്ട് ഇദ്ദേഹം പറയും വീണ്ടും പണം പിരിക്കാൻ വേണ്ടി, അതായത് കുടുംബം വേണ്ടെന്ന് പറഞ്ഞതിന്. അതെ അതെ അതെ. നമുക്ക് ഇദ്ദേഹം സവാദ് എന്റെ ഡീറ്റെയിൽസ് പറയും. പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും അപ്പൊ ഇനി 34 കോടി ലോക മലയാളികളും നമ്മുടെ നാട്ടിലുള്ള മലയാളി സുഹൃത്തുക്കളും 24 പ്രേക്ഷകരും എല്ലാം കൂടി പല സുഹൃത്തുക്കളും പല മാധ്യമങ്ങളൊക്കെ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ മാറ്റി പറയുന്നില്ല. അവര് എല്ലാവരും ബോച്ച ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളവരാണ്. ആ ശ്രമത്തിന് ഫലമുണ്ടായി. 34 കോടി ആയി. ഇനി ഒരു കാരണവശാലും ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം അയക്കരുത്. ആരെങ്കിലും ഈ കള്ളപ്പരിപാടിയായിട്ട് ഇറങ്ങിക്കഴിയുകയാണ് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തിക്കുക. ഒരു കാരണവശാലും ഇവർക്ക് ഇനി ഈ പണം ആവശ്യമില്ല. മാത്രമല്ല അവരെടുത്ത നിലപാട് ഇതാണ്, 34 കോടി രൂപ ഈ ബ്ലഡ് മണി കൊടുക്കാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1 രൂപ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം റഹീം ഇവിടെ നാട്ടിൽ വന്ന് പണിയെടുത്ത് ജീവിച്ചോളും. അതൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ ഉമ്മ? പറയും. ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് ഇന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് കണ്ടത്. കാരണം റഹീമിന് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ച പണം അവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു അക്കൗണ്ട്, ഒരു ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് കൊടുത്തിട്ട് പണം അയക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക്, ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കുക എന്നുള്ളൊരു പോസ്റ്ററാണ് കാണുന്നത്. അത് ആരാണ് അയച്ചത് എന്നുള്ള ഒന്നുമല്ല, രാമേട്ടര ശാഖന്റെ ആണ് ഫെഡറൽ ബാങ്കിന്റെ ഇതിൽ വന്നത്. കാരണം നമുക്ക് കമ്മിറ്റിന്റെ പേരിൽ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ടായിരുന്നു, ICICI ബാങ്കും ഉണ്ടായത്. അത് രണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പകരം പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, റഹീമിന് പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അക്കൗണ്ടിലേക്ക്, താഴെ കൊടുത്ത അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ പണം അയക്കണം എന്നാ പറയുന്നത്. അപ്പൊ അതിലാരും വഞ്ചിതരാവരുതെന്നേ പറയാനുള്ളൂ. അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ മോർണിംഗ് ഷോ നിൽക്കുമ്പോൾ നിങ്ങൾ ആ യൂട്യൂബിലൂടെ ചോദിച്ചാൽ മതി ഫേക്ക് ഏതാണെന്നുള്ളപ്പോൾ. എല്ലാം ഫേക്ക് ആയിരിക്കും, കാരണം ഇത് ഈ പണം ഇനി ആവശ്യമില്ല. അപ്പോൾ ഉമ്മ, നമ്മൾക്ക് ഇപ്പം ഈ മലയാളികൾക്കെല്ലാം ഉള്ള ഒരു സ്നേഹം ഉമ്മയോട് ഇപ്പോൾ വളരെ കൂടുതലാണ്. കാര്യം ഇങ്ങനെ ഒരു മകന് വേണ്ടി ഇത്രയും കാത്തിരുന്ന് യാതനകൾ സഹിച്ച്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇപ്പം നമ്മുടെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഉമ്മയൊന്ന് ആലിംഗനം ചെയ്യാൻ ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുക. ഓക്കെ. കാര്യം നമ്മുടെയൊക്കെ സ്നേഹമായിരിക്കും അയാൾ പകർന്നു വരുന്നത്. റഹീം കേൾക്കാമോ? റഹീം കേൾക്കാമോ? സ്പീക്കറിലിട്ടോളൂ ഒരു സെക്കൻഡ്. റഹീമെ കേൾക്കാമോ? ഞാനിപ്പോ ഉമ്മയുടെ അടുത്താ. റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ. റഹീം എത്രയും പെട്ടെന്ന് വരിക. റഹീം, ഞാൻ 24-ലെ ശ്രീകണ്ഠൻ നായരാണ്. റഹീമിന് മനസ്സിലായോ? റഹീമിന് വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ പറഞ്ഞു 34 കോടിയായി. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറിലൊക്കെ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദിൽ തന്നെ. എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിൽ കൊണ്ടുവരും. ഇത് മാത്രമല്ല, റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ 24 കൂടെ ഉണ്ടാവും കേട്ടോ. ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം. ഉമ്മ കേട്ടോണ്ടിരിക്കുക ഇത് വിളിച്ച്. അല്ലെ റഹീം, ഉമ്മയോട് എന്താ പറയുന്നത്? ഉമ്മ ഇപ്പൊ വലിയ താരമാകും കേട്ടോ. ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ 30 TV ചാനലുകളൊക്കെയാ ഒരേ സമയം. അതെ, എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം. മാത്രമല്ല എല്ലാ മലയാളിയും ഒരുപക്ഷെ ഈ റഹീമെ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു. കാര്യം എന്താണെന്നറിയോ? ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിലൊരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവം റഹീമിൻ്റെത്. അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ്.
കാരണം ഉമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ ഇപ്പൊ തന്നെ മോചിപ്പിച്ചൂടെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു. അത്ര രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ കേട്ടോ ഉമ്മ. ഇപ്പോ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. റഹീമ എന്തായാലും ഭയങ്കര സന്തോഷം. റഹീമിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപക്ഷെ അല്ലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അതും ഒരു നിമിത്തമായി. ഞാനിവിടെ വന്നപ്പോൾ തന്നെ റഹീമിന്റെ കോള് കിട്ടി. ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാക്കാണെന്നറിയില്ല, ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടേയിരുന്നതും നിങ്ങളെല്ലാവരും 34 കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ. എന്തായാലും റഹീമെ പ്രേക്ഷകരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കോ. കാര്യം അവരാണല്ലോ ഇപ്പൊ നമ്മുടെ കരുത്തായി മാറിയത്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന്റെ വേഗം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. കഴിക്കാൻ വേണ്ടി ഓക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും പ്രത്യേക അശ്രമാങ്ങാത്തോടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അവിടെ ആലിങ്കൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. അപ്പൊ റഹീം സന്തോഷമായിട്ട് ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. നന്ദി റഹീം, നന്ദി. ഉമ്മ ഒരു കാര്യം പറഞ്ഞു. കരയല്ലേ ചെയ്യുന്നത്. ഇത് കുട്ടീനെ ഒരു കൂട്ടി കാട്ടി തരാൻ ഇത്രയും പെട്ടെന്ന് കിടക്കുന്നു. ഈ കരയില്ലെന്ന് ഉമ്മ പറയുന്നത് കേട്ടോ. പെട്ടെന്ന് കുട്ടീന്റെ മുന്നിൽ എത്തിച്ചു തരാം. കണ്ടു കാണിക്കാനും വിളിക്കാനുള്ള ആരോട് പറയില്ല, എല്ലാവരും പറയാനും. ഓക്കെ റഹീം സന്തോഷം. ഉമ്മ സന്തോഷത്തിലാ. റഹീം വിഷമിക്കണ്ട കേട്ടോ. സന്തോഷത്തിലാ. ഓക്കെ പിന്നെ വിളിക്കാം ഉമ്മ പിന്നെ വിളിക്കാം കേട്ടോ. പിന്നെ വിളിക്കാം. അസ്സലാമലൈക്കും. ഓക്കെ. അപ്പോ അബ്ദുൾ റഹീം 18 കൊല്ലമായിട്ട് സൗദിയിലെ ജയിലിലാണ്. ഉമ്മ ആ കാലം എത്രയും അമ്മ എങ്ങനെ കടന്നുപോയി. പക്ഷെ ഈ സമയം കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. കാര്യം റഹീമിനോട് സംസാരിക്കാൻ പറ്റിയല്ലോ. അത് ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ട് ഇങ്ങനെ രാത്രിയിലൊക്കെ ഞാൻ കിടക്കുമ്പോൾ ഓർക്കാറുണ്ട് റഹീമിന്റെ ഈ ജയിലിലെ വാസത്തെക്കുറിച്ചും ഈ ഉമ്മയുടെ കാത്തിരിപ്പിനെ കുറിച്ചും. അദ്ദേഹം ഇങ്ങനെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഉമ്മയുടെ ഭാവമാറ്റങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റി, അതും ഒരു സന്തോഷമായിട്ട്. അപ്പൊ ഉമ്മയ്ക്ക് ആത്മസംഘർഷം ഈ സംഭവം വിളിച്ചിട്ട് റഹീമിന്റെ വീട്ടിലേക്ക് പോകണം, ലൈവ് ചെയ്യണം സാറിനെ പറയുന്നത്. ഇത് തൊട്ടടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഉമ്മയ്ക്ക് കേട്ടോ. കൂടെയുണ്ട്. നോമ്പ് നല്ല ക്ഷീണമാണ്. അകത്തുനിന്ന് സംസാരിക്കാൻ സംസാരിച്ചില്ല. ഉമ്മ ഹാപ്പി ആയില്ല. ഉമ്മ ഹാപ്പി അല്ലെന്ന് കാണാനല്ലോ കേട്ടോ. അപ്പൊ എന്തായാലും പെട്ടെന്നല്ലേ അമ്മ പെട്ടെന്ന് കാണാനൊന്നും വിചാരിച്ചു. മക്കളെ ഞങ്ങളൊക്കെ ഇതാർക്കും സഹിക്കാൻ കഴിയും. ഉത്തരവാദിത്തങ്ങളൊക്കെ മെനക്കെട്ട് കുട്ടിയുടെ എത്തിച്ചേരി കാണാൻ. ഉമ്മയ്ക്ക് ഇനി നമ്മളെ പ്രേക്ഷകരോട് മലയാളികളോട് പറയാനുള്ളത് അതൊക്കെ തന്നെ ഒത്തിരി ഭാഗത്തിൽ ഇങ്ങനൊക്കെ ഉള്ളൊരു സന്ദർഭയ്ക്ക് എത്തിച്ചു എന്തിനു നന്ദി പറയും. ഇത്തിരി അതേമാതിരി എൻ്റെ കുട്ടീനെ എത്തിച്ചെന്ന് കാണാൻ നമ്മളോട് എല്ലാവരോടും അഭ്യർത്ഥന. നിങ്ങളൊക്കെ സഹകരിച്ചിട്ടാണല്ലോ ഈ വാർത്തപ്പം ഞാൻ കേൾക്കേണ്ടി വന്നത്. അതിന്റെ എത്രയോ നന്ദി നിങ്ങളോട് എല്ലാവരോടും ഒക്കെ എല്ലാവർക്കും ഞാൻ സുഖം ചെയ്യുന്നു. ഉമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഉമ്മ ബന്ധുക്കള് മാത്രമല്ല, ഉമ്മയ്ക്ക് ലോകത്തുള്ള 34 കോടി ആളുകൾ ഉമ്മയുടെ കൂടെ ഉണ്ട്. ഇപ്പൊ എല്ലാവരുണ്ട്. നിങ്ങളൊക്കെ ശ്രമം കൊണ്ട് ഒത്തിരി വേഗത്തിൽ ഇതേമാതിരി മെനക്കെട്ടിട്ട് കുട്ടീനെ എത്തിച്ചേരാം. കുട്ടീനെ കാണാനും നോക്കാനും ഒക്കെ ചെയ്യട്ടെ. ഇറങ്ങും ഓടി ഇവിടെ വരും. ഒത്തിരി വേഗത്തിൽ തയ്യാറായിരിക്കുക.
നീ എങ്ങോട്ട് വിടണ്ട കേട്ടോ അമ്മ, വിദേശത്തേക്കൊന്നും വിടണ്ടേ. എത്തിച്ചേരി ഉമ്മേന്റെ അടുത്ത് ഉമ്മന്റെ അടുത്ത് കൂടി നിൽക്കാനുള്ള വിധട്ടെ, അതെ അതെ അതെ. മക്കളെ സന്തോഷം കണ്ടു മരിക്കാനുള്ള വിധട്ടെ, മക്കളെ ഇടയിൽ കണ്ടു അതിനുള്ള ഉറക്കം ചെയ്തിട്ട് എല്ലാവരും കൂടി തുറ്റുമായിട്ട് ചേർക്കുക. അറുന്നൂറ്റി ഞങ്ങൾ ഇറങ്ങട്ടോ അമ്മ, ഇനിയും വരാം, ഉമ്മ എടുത്തോട്ട് വരാം. സന്തോഷം എല്ലാരോടും എല്ലാവർക്കും പ്രാർത്ഥിക്കും, എനിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും, എല്ലാവർക്കും ഞാനും പ്രാർത്ഥിക്കാം എല്ലാരോടും എല്ലാരോടും. ഞങ്ങൾ വെള്ളം കുടിച്ചോളാം. ഉമ്മ വെള്ളം കുടിച്ചോ? നോമ്പില്ലല്ലോ. കുടിച്ചു വെള്ളം കുടിച്ചു. അല്ല, ഞാനൊരു കഴിഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ഉമ്മയ്ക്ക്. മലയാളികളുടെ മൊത്തം മലയാളികളുടെ സ്നേഹമാണ്. അതെ, അതാണ് എന്റെ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എത്തി കുടുംബവുമായി സംസാരിച്ചു. ഉമ്മയോടക്കം സംസാരിച്ചതിനിടയിലാണ് അബ്ദുൾ റഹീമുമായും സംസാരിക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതെന്നാണ് അബ്ദുൾ റഹീം പ്രതികരിച്ചത്. 2 മാസത്തെ കാത്തിരിപ്പുണ്ട് ഇനിയും. നിയമ നടപടികൾ പൂർത്തിയാക്കി അബ്ദുൾ റഹീമിൻ്റെ നാട്ടിലേക്ക് മടങ്ങി എത്തുന്നതിന് വേണ്ടി 24 അടക്കം നടത്തിയ ഇടപെടലുകൾ അത് ഒടുവിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയായിരുന്നു. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, കുടുംബം അവരുടെ സന്തോഷം, അവരുടെ ആഹ്ലാദമെല്ലാം പങ്കുവെക്കുകയാണല്ലോ. ഉന്മേഷെ, ഒരു വീട്ടിൽ ദുഃഖം തളം കെട്ടിയ ഒരു വീട്ടിൽ സന്തോഷത്തിന്റെ വലിയ ഒരു നിർവൃതിയുടെ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത്. SKN എത്തുമ്പോൾ വളരെ വികാരപരമായിരുന്നു സ്വീകരണം. കാരണം ഉമ്മ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കേരളത്തിലെ ലോകത്തിലെ മലയാളികൾ ഒന്നടങ്കം ഈ കുടുംബത്തിലേക്ക് എത്തുന്ന, ഈ കുടുംബത്തിന് എങ്ങനെയെങ്കിലും കൈത്താങ്ങാവുന്ന ദൃശ്യങ്ങളാണ്, വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ അതിന്റെ പൂർണ്ണത ഇന്നലെ ആയിക്കഴിഞ്ഞു. തൊട്ടു പിന്നാലെ തന്നെയാണ് SKN ഇവിടെ എത്തിയത്. ഈ അവസാന വേളയിൽ നമ്മളിത് ഇത് തത്സമയം നൽകുന്നത് പോലും ഇത് ഒരു റിയൽ കേരള സ്റ്റോറിയാണ്. ഇതാണ് കേരളം, മതേതരമായ എല്ലാവരെയും സഹായിക്കുന്ന. ഈ റഹീം എന്ന പദത്തിന്റെ അർത്ഥം കാരുണ്യവാൻ എന്നാണ് ഉന്മേഷ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള കാരുണ്യമാണ് ഈ റഹീമിന് വേണ്ടി, റഹീമിന്റെ കുടുംബത്തിന് വേണ്ടി ലോക മലയാളികളിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ഇത് SKNന്റെ സന്ദർശനം തത്സമയം നൽകാനും തയ്യാറായത്. കാരണം ഇതൊരു മാതൃകയാണ്, കേരളത്തിന്റെ മഹത്തായ മാതൃകയാണ്. ഉമ്മയ്ക്ക് അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്. എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഇത്രയും നിങ്ങളെ സഹായം കൊണ്ടിട്ട് എന്റെ കുട്ടിനെ വർത്താനൊക്കെ എത്തി. ഇപ്പൊ ഈ വാക്ക് കേട്ടിനോട് കൂടിക്ക് എന്തൊക്കെ എന്റെ മനസ്സിന് വരുന്നുണ്ട്. പുറത്തിന്റെ കുട്ടി നിൽക്കുന്നുണ്ട്, അവർക്ക് വരാൻ കഴിയറ്റാന്നുള്ള യാതൊരു. അതുകൊണ്ട് ഇത്തിരി പെട്ടെന്ന് കുട്ടികളെ എത്തിച്ചേരാൻ കണ്ട് കാണാനുള്ള വീരല്ലാവും തരട്ടെ. എല്ലാവർക്കും ഒരിക്കലും കൂടി എന്റെ നന്ദി. ഉഷ മേഡം, ഇപ്പൊ നമ്മള് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങണോ കരിപ്പൂർ ഇറങ്ങണോ ഉമ്മ ആ 4 മണിക്കൂർ പറ്റില്ലെന്ന് പറഞ്ഞു. കോഴിക്കോട് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഉന്മേഷ്, ഇത് കണ്ട് SKN ഇപ്പൊ പറഞ്ഞ പോലെ SKN തമാശയ്ക്ക് ഉമ്മയോട് ചോദിച്ചു കരിപ്പൂർ ഇറങ്ങണോ അതോ നെടുമ്പാശ്ശേരി ഇറങ്ങണോ. നെടുമ്പാശ്ശേരി പറ്റില്ല, കരിപ്പൂർ വേണം. ഇതാണ് ഉമ്മയുടെ മനസ്സ്. കാരണം കഴിഞ്ഞ 18 വർഷം പെരുന്നാളില്ലാതെ പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയായിരുന്നു തന്റെ മകനെ കാണാൻ വേണ്ടി. ഏതായാലും ഇനി അധികം വൈകില്ല, അതിന്റെ ബ്ലഡ് മണി ആയിക്കഴിഞ്ഞു. അത് മലയാളികളുടെ കൂട്ടായ്മയിൽ ഇതാണ് റിയൽ കേരളം, ഇതാണ് യഥാർത്ഥ കേരളം എന്ന് തെളിയിച്ചുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം കൈകോർത്തു. അങ്ങനെ റഹീമിന്റെ കുടുംബത്തിന് താങ്ങായി. SKN ഈ ഒരു സന്ദർശനം SKNന്റെ മനസ്സിൽ ഒരു പക്ഷേ മാധ്യമ ജീവിതത്തിൽ ഒരു വല്ലാത്ത അനുഭവമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ദീപക്? ഞാൻ ശരിക്കും എപ്പോഴും നമ്മൾ ഇങ്ങനെ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് പറയുമ്പോൾ നമ്മളവിടെ പോകാറില്ലല്ലോ. മാത്രമല്ല ഈ ഉമ്മയോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു, ലൈവിലാണെങ്കിൽ പോലും. രാഹുൽ സുരേഷ് അതിനുള്ള ഒരു സാങ്കേതിക അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു. രാഹുൽ സുരേഷ് ആണല്ലോ ഇവിടുത്തെ താരം. അപ്പം രാഹുല് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥയാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നോക്കുമ്പോൾ രാഹുൽ സുരേഷ് ഇവിടെ ഉണ്ട്. അപ്പം ഉമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരാളല്ലേ രാഹുൽ സുരേഷ്. അപ്പോൾ എനിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ആത്മാർത്ഥമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങിയാൽ ഒന്നും അസാധ്യമല്ലെന്നുള്ളതാണ്. കാര്യം ഈ ഉമ്മയുടെ കണ്ണീരിന്റെ ചൂട് എന്താണെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. കാര്യം ഈ എല്ലാവർക്കും അമ്മയുണ്ടല്ലോ, അല്ലെ ഉമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഒരുപക്ഷെ അവര് അപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു നിയമത്തിനും ഈ റഹീമിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എന്റെ ജീവിതത്തിൽ അടുപ്പം എന്റെ അമ്മയോടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അമ്മ മരിച്ചതാണ്. പക്ഷെ എനിക്ക് ഏത് അമ്മമാരെ കാണുമ്പോഴും എനിക്ക് എന്റെ അമ്മയെ പോലെ കാണുന്നത്. അപ്പൊ എനിക്ക് എന്റെ
അമ്മയെ കാണുന്നില്ല, ഞാൻ ഈ ഉമ്മയെ കാണുന്നത്. അപ്പോൾ ഉമ്മയുടെ ഒരു 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 സ്വപ്നമാണല്ലോ ഈ മകൻ മടങ്ങി വരിക എന്ന്. അതിനൊരു സാക്ഷാത്കാരം ചെയ്യുന്നൊരു നിമിഷം ഉണ്ടാകുമെന്ന് ഉമ്മയോട് നേരിട്ട് പറയാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നമ്മൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. അതായത് ഉമ്മയുടെ സമീപത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി വരുന്ന റഹീം. SKNന്റെ പുറകിൽ ഒരുപക്ഷെ SKN ഈ ആത്മസംഘർഷം ഒക്കെ അനുഭവിക്കുന്നത് ഞങ്ങളെ വിളിച്ച് വീണ്ടും വീണ്ടും വാർത്ത ചെയ്യാൻ പറയുമ്പോൾ ഒക്കെ ഉഷാമയുടെ ഒപ്പമുണ്ട്. ഒരു അമ്മയുടെ വേദനയും കൃത്യമായി മനസ്സിലാവും. എങ്ങനെയാണ് ഈ ഇവിടെ എത്തിയ സമയത്ത് ഈ ഉമ്മയെ കണ്ടു, ഈ സന്തോഷം, ഈ വികാര നിമിഷങ്ങൾ? ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കും, ഈ 18 വർഷം അമ്മ എങ്ങനെ തള്ളി നീക്കിന്ന്. ഓരോ നിമിഷവും ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ. ശരിക്കും എനിക്കൊന്നും പറയാനില്ല. ഉന്മേഷ്, ഇത് തന്നെയാണ് ഒരുപക്ഷെ ഇപ്പം ഉഷാ മേഡത്തിന്റെ ഒരു വികാര വായ്പ കണ്ടു. ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ എന്നുള്ളതാണ്. ഉമ്മ ഈ തത്സമയ സംപ്രേഷണം അവസാനിപ്പിക്കുകയാണ്. ഉമ്മ അവസാനമായി മലയാളികളോട്, ലോക മലയാളികളോട് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്ത് നന്ദിയാ പറഞ്ഞത്. നന്ദിയോട് നന്ദി, എല്ലാവർക്കും നന്ദി. സ്വാഗതം, എല്ലാവരോടും സ്വാഗതം പറയും. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ഉന്മേഷ. ഇതാണ് ലോകത്തോട് നന്ദി, മലയാളികളോട് നന്ദി, എല്ലാവർക്കും നന്ദി എന്നുള്ളതാണ് അമ്മക്ക് പറയാനുള്ളത്. ഈ ഉമ്മയ്ക്ക്, ഫാത്തിമ ഉമ്മയ്ക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മലയാളികളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് ആരുടെയെങ്കിലും വ്യക്തിപരമായ ക്രെഡിറ്റ് ഒന്നുമല്ല. 24ഉം ഇതിൽ ഒരു നിമിത്തമായി എന്നുള്ളത് തന്നെയാണ്. ഈ കൂട്ടായ്മയാണ് റിയൽ കേരളം, റിയൽ കേരള സ്റ്റോറിക്ക് സല്യൂട്ട്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയ. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ കുടുംബത്തിലെത്തി അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.